നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 1 എഴുതിയവർക്കും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കണ്ടവർക്കും അറിയാം എത്രത്തോളം ഡീപ്പായിട്ട് +1 +2 NCERT ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയിലെന്ന് അറിയാം. അത്രയും ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ ടഫായിട്ട് തന്നെയുള്ളൊരു എക്സാമാണ്. ഒരു 10th ലെവലിലേക്ക് ഇത്ര ഡീപ്പായി പോകണമെന്ന് വരെ ചിന്തിച്ചവരുണ്ട്. ഞാൻ ഉൾപ്പെടെ എന്തിനാണ് ഇത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം പ്രിലിംസ് കിട്ടുക, ജോലി കിട്ടുക എന്നുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ PSCനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പഠിക്കുക, അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് വന്നത് +1 ജോഗ്രഫിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഫുൾ കവറേജ് ഞാൻ മാക്സിമം ഒരു പോയിന്റ് പോലും വിടാത്ത രീതിയിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മളെല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ ചാപ്റ്റർ ഒന്ന് വേഗം ഓടിച്ചു പോവാം, എന്നിട്ട് മോക്ക് എടുക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ഹിമാലയ വാതോർജ്ജ നിലയം, അത് +2 ആണ്. നമ്മൾ +1 ആദ്യം നോക്കാം. ഹിമാലയത്തിലെ ലവണജല തടാകം, ഇത് +1 ജോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം, ഇത് +1 ക്വസ്റ്റ്യൻ ആണ്. സമാധാനത്തിൻ്റെ പാല, അത് +2 വരുന്നതാണ്. മൊളാസിസ് തടം, അത് +1 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പഞ്ചപ്രയാഗിൻ്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയ എന്നാണ്, അതായത് +1 ജോഗ്രഫി ചാപ്റ്റർ എന്നാണ്. പിന്നെ +2 ധാതുക്കൾ വിഭവങ്ങൾ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ. ഇങ്ങനെ ഈ 2 ചാപ്റ്ററിൽ മിസ്സായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ചാപ്റ്റർ ഏതാണെന്നൊന്ന് നോക്കാം. +1 ഇന്ത്യൻ ഭൂപ്രകൃതി പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ യൂണിറ്റ് 2 ഭൂപ്രകൃതി പറഞ്ഞിട്ട് ഘടനയും ഭൂപ്രകൃതിയും നീരൊഴുക്ക് വ്യൂഹം, ഇങ്ങനെ ഈ 2 ചാപ്റ്ററില്ലേ, ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വന്നത്. യൂണിറ്റ് 2 എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ +2 ഒരു ധാതുക്കളുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 2 അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഇതിൻ്റെ ഘടന, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, ഹിമാലയം, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണിതാ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, സെക്കൻഡ് സ്റ്റേജിൽ ഹിമാലയത്തിൻ്റെ കരേവ എങ്ങനെയാണ്, ഏതിൻ്റെ നിക്ഷേപം മൂലമാണ് വന്നത്, പിന്നെ ജലനദിയുടെ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മൊളാസിസ് തടം, ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പഞ്ചപ്രയാഗിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വന്ന 4 ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒരു പോയിന്റ് പോലും വിടാതെ ഫുൾ MCQ ചെയ്യാൻ പോവാണ് കേട്ടോ. റെഡി ആയിരുന്നോളൂ. നിങ്ങൾ MCQ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ മാർക്കും റോങ് എഴുതിയിട്ട് നിങ്ങൾ ഞാൻ കട്ട് ഓഫ് ആയിട്ട് വെച്ചിട്ടില്ല, ഒരു നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഓർഡറിൽ പോകണം അതേ ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്? ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ്? ഓപ്ഷൻ ബി 460 കോടി വർഷമാണ് ഭൂമിയുടെ ഏകദേശ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഏത് തരം ശിലകളാണ്? ഉപദ്വീപീയ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് നൈസ് ശിലകളാണ്, അതായത് ആഗ്നേയ ശിലകളും കായാന്തരിക ശിലകളുമാണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ആഗ്നേയ ശിലകളാലും കായാന്തരിക ശിലകളാലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡുവൽ മൗണ്ടൻസിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചത്. ആരവല്ലി കുന്നുകൾ, ജാവടി കുന്നുകൾ, വെള്ളിക്കോണ്ട കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ, നല്ലമല കുന്നുകൾ. മുകളിൽ പറഞ്ഞവ എല്ലാം എന്താണ്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? ആരവല്ലി കുന്നുകൾ, ജാവതി കുന്നുകൾ, വെള്ളിക്കോണ്ട കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ, നല്ലമല കുന്നുകൾ. ഇത് എല്ലാം അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഉപദ്വീപിൽ ശിലാഭംഗ പ്രക്രിയയ്ക്കും ശിലാഖണ്ഡ രൂപീകരണത്തിനും വിധേയമായ പർവ്വതനിര ഏതാണ്? ഉപദ്വീപിൽ ശിലാഭംഗ പ്രക്രിയയ്ക്കും ശിലാഖണ്ഡ രൂപീകരണത്തിനും വിധേയമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ സത്പുര പർവ്വതനിരയാണ്. ഉപദ്വീപിൽ ശിലാഭംഗ പ്രക്രിയയ്ക്കും ശിലാഖണ്ഡ രൂപീകരണത്തിനും വിധേയമായ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സത്പുര പർവ്വതനിരയാണ്. ഉപദ്വീപിൽ ശിലാഭംഗ പ്രക്രിയയ്ക്കും ശിലാഖണ്ഡ രൂപീകരണത്തിനും വിധേയമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ സത്പുര പർവ്വതനിരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശിലാഭംഗ പ്രക്രിയയ്ക്ക് ഉദാഹരണമായി പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന നദീതടങ്ങൾ എവ? ശിലാഭംഗ പ്രക്രിയയ്ക്ക് ഉദാഹരണമായി പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന നദീതടങ്ങൾ എവയാണെന്നാണ് ചോദിച്ചത്. ശിലാഭംഗ പ്രക്രിയയ്ക്ക് ഉദാഹരണമായി പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന നദീതടങ്ങളാണ് മഹാനദി, താപ്തി, നർമ്മദ. മഹാനദി
മഹാനദി, താപ്തി, നർമ്മദ ശിലാപംഗ പ്രക്രിയയ്ക്ക് ഉദാഹരണമായിട്ട് നൽകിയിട്ടുള്ള നദികളാണ്. മഹാനദി, താപ്തി, നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകവും തെക്ക് കിഴക്ക് നിന്ന് വടക്ക് ദിക്കിലേക്ക് നീങ്ങിപ്പോയപ്പോൾ ഉണ്ടായ പ്രധാന പരിണിത ഫലം എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം തെക്ക് ദിക്കിൽ നിന്നും വടക്ക് ദിക്കിലേക്ക് നീങ്ങിപ്പോയപ്പോൾ ഉണ്ടായ പ്രധാന പരിണിത ഫലമാണ് ഹിമാലയൻ പർവ്വതങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അധികവും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുമ്പോൾ മുമ്പായി നിർമ്മിക്കുന്നത് എന്താണ്? ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നതിന് മുമ്പായി നിർമ്മിക്കുന്നതാണ് ഡെൽറ്റകൾ. എന്താണ് ഡെൽറ്റകൾ? അടുത്ത ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് പരാമർശിക്കുന്ന കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി. ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി. ഇതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഗോദാവരി ഉണ്ട്, കാവേരി ഉണ്ട്, കൃഷ്ണ ഉണ്ട്, മഹാനദി ഉണ്ട്. അടുത്തത്, ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ ഏത് തരം ഭൗമഘടനയ്ക്ക് ഉദാഹരണമാണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ ഏത് തരം ഭൗമഘടനയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ സി, പ്രായം കുറഞ്ഞതും നടുങ്ങിയതുമായ ഘടന അല്ലെങ്കിൽ ടെക്ടോണിക് ജന്യമായ ഘടന. പ്രായം കുറഞ്ഞതും നടുങ്ങിയതുമായ ഘടന അല്ലെങ്കിൽ ടെക്ടോണിക് ജന്യ ഘടനയാണ് ഹിമാലയ പർവ്വത പ്രദേശത്തിന് അല്ലെങ്കിൽ ഭൗമഘടനയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദിയുടെ സവിശേഷതയായി പാഠഭാഗത്ത് നൽകിയിട്ടുള്ള രൂപങ്ങൾ ഏവ? ഹിമാലയൻ നദിയുടെ സവിശേഷതയായി പാഠഭാഗത്ത് നൽകിയിട്ടുള്ള ഭൂരൂപങ്ങളാണ് ഗിരികാന്തരങ്ങൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. ഏതൊക്കെയാണ്? ഗിരികാന്തരങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. ഇതെല്ലാം എന്തിൻ്റെ സവിശേഷതയാണ്? ഹിമാലയൻ നദികളുടേത്. അടുത്തത്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി ഒരു ഡാഷ് ആണ്. എന്താണ്? വലിയ ഭൂ അഭിനതി ആണ്. ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ജിയോ സിംഗ്ലിക്കൽ ഡിപ്രഷൻ അഥവാ വലിയ ഭൂ അഭിനതി ആണ്. എന്ത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കൻ സമതലങ്ങളിൽ നദീജന്യ അവസാദ നിക്ഷേപങ്ങളുടെ കനം ഏകദേശം എത്ര മീറ്റർ വരെയാണ്? വടക്കൻ സമതലങ്ങളിൽ നദീജന്യ അവസാദ നിക്ഷേപങ്ങളുടെ കനം ഏകദേശം എത്ര മീറ്റർ തന്നെയാണ്? ഓപ്ഷൻ ബി, 1000 മുതൽ 2000 മീറ്റർ വരെയാണ് വടക്കൻ സമതലങ്ങളിൽ നദീജന്യ അവസാദ നിക്ഷേപങ്ങളുടെ കനം. 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഭൂപ്രകൃതി വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ആൻസർ 6 ആണ് കേട്ടോ. SCRT 9ാം ക്ലാസ്സിൽ അത് 5 എന്നാണ് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ 6 എന്നാണ് പറയുന്നത്. 6 ഏതൊക്കെയാണ്? വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അങ്ങനെ 6 തരംതിരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയ്ക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നീളമാണുള്ളത്? ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയ്ക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നീളമാണുള്ളത്? ഓപ്ഷൻ സി, 2500 കിലോമീറ്റർ നീളമാണ് ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശ നീളം. എത്രയാണ്? 2500 കിലോമീറ്റർ ആണ് ഗ്രേറ്റ് ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശ നീളം. 2500 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് ദിശ വരെ ഹിമാലയ പർവ്വതനിരയുടെ വീതി എത്രയാണ്? വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് ദിശ വരെ ഹിമാലയ പർവ്വതനിരയുടെ വീതി തെക്ക് വടക്കായി 160 മുതൽ 400 കിലോമീറ്റർ വരെ ആട്ടോ. 160 മുതൽ 400 കിലോമീറ്ററാണ് വടക്കുന്ന് തെക്കോട്ടുള്ള വീതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയത്തെ അതിൻ്റെ പ്രാദേശിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ എത്ര ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഹിമാലയത്തിനെ അതിൻ്റെ പ്രാദേശിക സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ എത്ര ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 5 ആണ്. ഇതും 9ാം ക്ലാസ്സിലെ SCRTയിൽ 3ഉം പിന്നെ 1 അങ്ങനെ 2 നദികളുടെ അതിലുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. NCERT പ്രകാരമാണെങ്കിൽ അത് 5 ആണെന്നൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കാരക്കോരം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾക്കൊള്ളുന്ന ഹിമാലയൻ ഭൂവിഭാഗം ഏതാണ്? കാരക്കോരം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾക്കൊള്ളുന്ന ഹിമാലയൻ ഭൂവിഭാഗമാണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഏതാണ്? കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഹിമാലയത്തിനും കാരക്കോരം പർവ്വതനിരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തണുത്ത മരുഭൂമി ഏതാണ്? ഗ്രേറ്റ് ഹിമാലയത്തിനും കാരക്കോരം പർവ്വതനിരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തണുത്ത മരുഭൂമിയാണ് ലഡാക്ക് തണുത്ത മരുഭൂമി. ഏതാണ്? ലഡാക്ക് തണുത്ത മരുഭൂമി അഥവാ ശീത മരുഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ,
കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന കനത്ത കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാശ്മീർ താഴ്വരയിലാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാശ്മീർ താഴ്വരയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഹിമാലയ നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏതാണ്? ഗ്രേറ്റ് ഹിമാലയൻ നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരമാണ് സോജില ചുരം. ഗ്രേറ്റ് ഹിമാലയൻ നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോജില ചുരമാണ്. താഴെ പറയുന്നവയിൽ പീർപ്പാഞ്ചൽ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏതാണ്? പീർപ്പാഞ്ചലിലാണെങ്കിൽ അത് ബനിഹാൽ ചുരമാണ് കേട്ടോ, ബനിഹാൽ ചുരമാണ്. പിന്നെ സോജില, ഫോട്ടോല, ബനിഹാൽ, ഗർത്തുങ്കിലൊക്കെ കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന ചുരങ്ങളാണ്. അതിൽ ഗ്രേറ്റ് ഹിമാലയത്തിലാണ് സോജിലയും പീർപ്പാഞ്ചലാണെങ്കിൽ ബനിഹാൽ ചുരമാണെന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കാശ്മീർ ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ദാലും വൂളാറുമാണ് കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങൾ. ദാൽ തടാകവും വൂളാർ തടാകവുമാണ് കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ലവണജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് പാൻഗോങ് സോയും സോ മരാരിയും. ഏതാണ്? പാൻഗോങ് സോയും സോ മരാരിയുമാണ് ലവണജല തടാകങ്ങൾക്ക്, കാശ്മീർ മേഖലയിൽ കാണുന്ന ലവണജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് പോങ്കോങ് സോയും സോ മരാരിയും. അടുത്ത ക്വസ്റ്റ്യൻ, വൈഷ്ണോദേവി, അമർനാഥ് ഗുഹ, ചരാർ ഇ ഷെരീഫ് തുടങ്ങിയ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈഷ്ണോദേവി, അമർനാഥ് ഗുഹ, ചരാർ ഇ ഷെരീഫ് തുടങ്ങിയ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിലും കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുമ്പോൾ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്ന നദി ഏതാണ്? അത് ജലനദിയാട്ടോ. വക്രവലയങ്ങൾ യുവത്വഘട്ടത്തിലും നിർമ്മിക്കുന്നത് ജലമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖല പടിഞ്ഞാറ് ഏത് നദിക്കും കിഴക്ക് ഏത് നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖല പടിഞ്ഞാറ് ഏത് നദിക്കും കിഴക്ക് ഏത് നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? രവി കാളിയാണ് കേട്ടോ. പടിഞ്ഞാറ് രവിയും കിഴക്ക് കാളി നദിയുടെ ഇടയിലാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. രവി കാളിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സിന്ധു നദീവ്യൂഹത്തിൽ പെട്ടതും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ ഒഴുകുന്നതുമായ പ്രധാന പോഷക നദി ഏവ? അതായത് സിന്ധു നദീവ്യൂഹത്തിൽ പെട്ടതും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദി. അപ്പോൾ ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധുവിൻ്റെ നദീവ്യൂഹത്തിൽ പെട്ടതാണ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ ഒഴുകുന്നതുമായ നദിയാണ് രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിൻ്റെ 5 പോഷക നദിയിൽ രവി, ബിയാസ്, സത്ലജാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നത്. രവി, ബിയാസ്, സത്ലജ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയോ? ഈ സിന്ധുവിൻ്റെ ഒഴുകുന്ന പോലെ തന്നെ, അതായത് രവി, ബിയാസ്, സത്ലജ് ഒഴുകുന്ന പോലെ തന്നെ ഗംഗേൻ്റെ യമുന, ലാഹുൽ എന്നിവയുടെ പോഷക നദികളും ഏതിലൂടെ ഒഴുകുന്നുണ്ട്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതായത് യമുന, ലാഹുൽ എന്നിവയുടെ പോഷക നദിയാണ് ഏതിലൂടെ ഒഴുകുന്നത്? നമ്മുടെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ ഒഴുകുന്നത് ഏതാണ്? യമുന, ലാഹുൽ. അതായത് ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള യമുന, ലാഹുൽ പോഷക നദിയും കൂടെ ഒഴുകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹുൽ സ്പിതി ജില്ലയിലെ, എന്ത് ജില്ലയാണ്? ലാഹുൽ സ്പിതി ജില്ലയിലെ ഏത് സബ് ഡിവിഷനിലാണ് ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയായ വടക്കൻ ഭാഗം കാണപ്പെടുന്നത്? ലാഹുൽ സ്പിതി ജില്ലയിലെ ഏത് സബ് ഡിവിഷനിലൂടെയാണ് ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയായ വടക്കൻ ഭാഗങ്ങൾ കാണപ്പെടുന്നത്? സ്പിതി സബ് ഡിവിഷനാണ് കേട്ടോ. സ്പിതി സബ് ഡിവിഷനിലാണ് ലാഹുൽ സ്പിതി ജില്ലയുടെ ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയായ വടക്കൻ ഭാഗം കാണുന്നത്. സ്പിതി സബ് ഡിവിഷനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് പ്രാദേശികമായി ഹിമാചൽ പ്രദേശത്ത് പറയുന്ന പേരെന്താണ്? ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് പ്രാദേശികമായി ഹിമാചൽ പ്രദേശിൽ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി, ധൗലധാറാണ്. അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് ഹിമാചൽ പ്രദേശിൽ എന്താ പറയുന്നത്? ധൗലധാറാണ്. എന്നാൽ ഉത്തരാഖണ്ഡിൽ ഈ ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരാഖണ്ഡിൽ ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് പറയുന്ന പേരാണ് നാഗബിത്ത. എന്താണ്? നാഗദിപ്പ. നാഗദിപ്പ ആണ് ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് ഉത്തരാഖണ്ഡിൽ പറയുന്നത് നാഗദിപ്പ എന്നും ഹിമാചൽ പ്രദേശിൽ ധൗലധാർ എന്നാണ് ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നിരയ്ക്ക് ഹിമാചൽ പ്രദേശിൽ ധൗലധാറും ഉത്തരാഖണ്ഡിൽ
നാഗത്തിപ്പ എന്നുമാണ്. അടുത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ഏറ്റവും തെക്കുഭാഗത്തായി കാണപ്പെടുന്ന ധ്രുവ് ഘടന കൂടിയ താഴ്വരകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡൂണുകൾ എന്നാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ഏറ്റവും തെക്കുഭാഗത്തായി ധ്രുവ് രൂപരേഖയിൽ കാണുന്നതാണ് ഡൂണുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഡൂണുകൾക്ക് ഉദാഹരണമായി പാഠഭാഗത്ത് നൽകിയിട്ടുള്ളവ ഏതാ? 2 എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂണുമാണ് കേട്ടോ. ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂണുമാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ടെക്സ്റ്റിൽ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഡൂണുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഡൂണുകളിൽ വെച്ച് ഏറ്റവും വലിയ ഡൂൺ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഡെറാഡൂൺ ആണ് കേട്ടോ. പാഠഭാഗങ്ങൾ അനുസരിച്ചിട്ട് ഡൂണുകളിൽ വെച്ച് ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ ആണെന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. അടുത്തത് ഡെറാഡൂണിൻ്റെ ഏകദേശം നീളവും വീതിയും എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമാണ് ഡെറാഡൂണിൻ്റെ നീളവും വീതിയും. അപ്പോൾ 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമാണ് കേട്ടോ. 35 മുതൽ 45 നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെയാണ് എന്തിൻ്റെ? ഡെറാഡൂണിൻ്റെ വീതി വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ആദ്യമായി ഡെറാഡൂണിൽ സ്ഥാപിക്കാൻ കാരണം എന്താണ്? അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണെന്ന് നമുക്കറിയാം. അത് അവിടെ സ്ഥാപിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊളോണിയൽ ഭരണകാലത്തെ രാജകീയ സർവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയായിട്ട് മാറിയിട്ടുള്ളത്? ഡെറാഡൂണിലായിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഡെറാഡൂണിലാവാൻ കാരണം എന്താണ്? അന്ന് കൊളോണിയൽ ഭരണകാലത്തെ രാജകീയ സർവേയുടെ ആസ്ഥാനം അവിടെ ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഈ മേഖലയിൽ വികസിപ്പിച്ചെടുത്ത പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏവ? ബ്രിട്ടീഷുകാർ ഈ മേഖലയിൽ വികസിപ്പിച്ചെടുത്ത പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏവ? ധർമ്മശാല, മുസോറി, ഷിംല, കൗസലി, അൽമോറ, ലാൻസ് ഡൗൺ, റാണിക്കോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ധർമ്മശാല, മുസോറി, ഷിംല, കൗസലി, അൽമോറ, ലാൻസ് ഡൗൺ, റാണിക്കോട്ട് ഇതൊക്കെ എന്താണ്? ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത സുഖവാസ കേന്ദ്രങ്ങൾക്ക് എക്സാമ്പിളാണ് ധർമ്മശാല, മിസോറി, ഷിംല, കസാലി, അൽമോറ, ലാൻസ് ഡൗൺ, റാണിക്കോട്ട്. അടുത്ത പ്രശസ്തമായ പൂക്കളുടെ താഴ്വാര സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ മേഖലയിലാണ്? പ്രശസ്തമായ പൂക്കളുടെ താഴ്വാര ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഉത്തരാഖണ്ഡ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേമകുണ്ട് സാഹിബാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാണ്, 5 നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് പഞ്ചപ്രയാഗ് എന്നാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് പഞ്ചപ്രയാഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാർജിലിംഗ് സിക്കിം ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം പടിഞ്ഞാറ് ഏത് രാജ്യത്തു നിന്നും കിഴക്ക് ഏത് രാജ്യത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയത്തിനും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയത്തിനും ഇടയിലാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയത്തിനും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയത്തിനുമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വേഗതയിൽ ഒഴുകുന്ന നദികളാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രദേശത്ത്, അതായത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? അതാണ് കാഞ്ചൻജംഗ. അപ്പോൾ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് എന്നുള്ളൊരു ധാരണ അവിടെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. നേപ്പാൾ ഹിമാലയത്തിനും കിഴക്കൻ ഹിമാലയത്തിനും ഇടയിലാണ്, കിഴക്കൻ ഭൂട്ടാനും ഇടയിലാണ് നമ്മുടെ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം ഉള്ളത്. അവിടെയാണ് കാഞ്ചൻജംഗ. അപ്പോൾ കാഞ്ചൻജംഗ ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ ഉയർന്ന ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ ലെപ്ചകൾ എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്? ലെപ്ചകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡാർജിലിംഗ് സിക്കിം മേഖലയിലെ ഗോത്രവർഗ്ഗക്കാരാണ് ലെപ്ചകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൻ്റെ തെക്കു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന സമ്മിശ്ര ജനസംഖ്യ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ നേപ്പാളീസ്, ബംഗാളീസ്, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രക്കാർ ഇവരൊക്കെ അധിവസിക്കുന്ന ഒരു ഏരിയയാണ് എവിടെ? ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ ഏത് ഭൗതിക സാഹചര്യമാണ് തേയിലത്തോട്ടങ്ങൾ നിർമ്മിക്കാനായി പ്രയോജനപ്പെടുത്തിയത്? അത് മിതമായ ചെരിവ് അതൊരു കാരണമാണ്. ഉയർന്ന ജൈവാംശമുള്ള മണ്ണിൻ്റെ ആവരണം, മൃദുവായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യമായ മഴ. അപ്പോൾ എയും ബിയും രണ്ടും ശരിയാണ് കേട്ടോ. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് തേയിലത്തോട്ടങ്ങൾ അവിടെ നിർമ്മിക്കാൻ കാരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ ശിവാലിക് നിരകളിൽ പകരം കാണപ്പെടുന്ന പ്രധാന ഭൂഘടന ഏതാണ്? അത്
ഡാർ ഫോർമേഷൻ ആട്ടോ. ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയത്തിൽ ശിവാലിക് നിരകൾക്ക് പകരം കാണപ്പെടുന്ന പ്രധാന ഭൂഘടനയാണ് ഡാർ ഫോർമേഷൻ. എന്താണ്? ഡ്വാർഫ് ഫോർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ ഹിമാലയം. ഇനി അരുണാചൽ ഹിമാലയത്തിൻ്റെ പറ്റി നോക്കുകയാണെങ്കിൽ, അരുണാചൽ ഹിമാലയം പടിഞ്ഞാറ് എവിടെ മുതൽ കിഴക്ക് എവിടെ വരെയാണ്? ഭൂട്ടാൻ അതിർത്തി മുതൽ കിഴക്ക് ദിഹാങ് ചുരം വരെയാണ് അരുണാചൽ ഹിമാലയം ഉള്ളത്. ഭൂട്ടാൻ അതിർത്തി മുതൽ കിഴക്ക് ദിഹാങ് ചുരം വരെയാണ് അരുണാചൽ ഹിമാലയം ഉള്ളത്. അരുണാചൽ ഹിമാലയത്തിൻ്റെ പ്രധാന കൊടുമുടികളാണ് കാംതു, നംച ബർവ. നമ്മൾ SCERT 9th പഠിക്കുന്നത് എന്താണ്? അസം ഹിമാലയം എന്ന് പറഞ്ഞൊരു ഡിവിഷനായിട്ടാണ്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അരുണാചൽ ഹിമാലയത്തിലാണ് കാംതും നംച ബർവയും ഉള്ളത്. അപ്പോൾ 9th വന്നത് മനസ്സിലായില്ലേ? അവിടെ എന്താണ്? ആസാം ആണെങ്കിൽ ഇവിടെ അരുണാചൽ ഹിമാലയത്തിലാണ് നംച ബർവ ഉള്ളതെന്നാണ് പറയുന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഏത് പർവ്വതത്തെ കീറി മുറിച്ചാണ് ആഴമേറിയ ഗിരികാന്തരങ്ങളിലൂടെ ഒഴുകുന്നത്? നംച ബർവ പർവ്വതത്തെ കീറി മുറിച്ചിട്ടാണ് കേട്ടോ ഗിരികാന്തരങ്ങൾ സൃഷ്ടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന വേഗതയേറിയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാമെങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത്. ഏതൊക്കെയാണ്? കാമെങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് ആണ് അരുണാചൽ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന വേഗതയേറിയ നദികൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ ഹിമാലയ പ്രദേശത്തെ ഗോത്ര സമൂഹങ്ങൾ പിന്തുടരുന്ന പ്രധാന കൃഷിരീതി ഏതാണ്? അരുണാചൽ ഹിമാലയത്തിലെ പ്രദേശത്തെ ഗോത്ര സമൂഹക്കാർ പിന്തുടരുന്ന പ്രധാന കൃഷിരീതിയാണ് ജൂമിങ് കൃഷി. ഏതാണ്? ജൂമിങ് കൃഷിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ അരുണാചൽ ഹിമാലയ പ്രദേശത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചത്. പെടുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോൺപ ഉണ്ട്, ഡഫ്ല ഉണ്ട്, അമ്പോർ ഉണ്ട്, മിഷ്മി ഉണ്ട്, നിഷി ഉണ്ട്, നാഗന്മാരുണ്ട്. ഏതൊക്കെയാണ്? മോൺപ ഉണ്ട്, ഡഫ്ല ഉണ്ട്, അമ്പോർ ഉണ്ട്, മിഷ്മി ഉണ്ട്, നിഷി ഉണ്ട്. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? തോടാറാണ് കേട്ടോ. തോടാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂമിങ് കൃഷി താഴെ പറയുന്നവയിൽ ഏത് തരം കൃഷിയുടെ വകഭേദമാണ്? ജൂമിങ് കൃഷി താഴെ പറയുന്നവയിൽ ഏത് കൃഷിയുടെ വകഭേദമാണ്? ഓപ്ഷൻ എ സ്ഥലമാറ്റ കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചൂട്ട് കൃഷിയുടെ വകഭേദമാണ് ജൂമിങ് കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ ഹിമാലയത്തിലെ നദികൾ ഉയർന്ന ജലവൈദ്യുത ഊർജ്ജശേഷി ഉണ്ടാകാൻ പ്രധാന കാരണം എന്താണ്? ഉയർന്ന ജലപതന തോതുള്ള വറ്റാത്ത നദികളായതിനാലാണ് അരുണാചൽ ഹിമാലയത്തിലെ നദികൾക്ക് ഉയർന്ന ജലവൈദ്യുത ഊർജ്ജശേഷി ഉണ്ടാകാനുള്ള കാരണം. എന്താണ്? ഉയർന്ന ജലപതന തോതുള്ള വറ്റാത്ത നദികളായതിനാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിട്ടുള്ള ഭൂപടത്തിൽ അതിലൊരു മാപ്പ് തന്നിട്ടുണ്ട്. നംച ബർവ ഏത് പർവ്വതനിരയുമായി ബന്ധിപ്പിക്കുന്നു? നംച ബർവ ഏത് പർവ്വതനിരയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു കിഴക്കൻ ഹിമാലയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് നംച ബർവ പർവ്വതനിര. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയൻ, ഇനി കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും അങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹിമാലയ പർവ്വതത്തിലെ ഭാഗമായ കിഴക്കൻ കുന്നുകൾ പൊതുവായ ക്രമീകരണം ഏത് ദിശയിലേക്കാണ്? ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായ കിഴക്കൻ കുന്നുകളുടെ പൊതുവായ ക്രമീകരണം വടക്ക് നിന്ന് തെക്കോട്ടാണ് കേട്ടോ. വടക്ക് നിന്ന് തെക്കോട്ടാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായ കിഴക്കൻ കുന്നുകളുടെ പൊതുവായ ക്രമീകരണം വടക്കിൽ നിന്ന് തെക്കോട്ടാണ്. താഴെ തന്നിരിക്കുന്ന കുന്നുകളിൽ നിന്നും കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടാത്തവ ഏതാണെന്നാണ് ചോദിച്ചത്. പട്കായിപ്പു, നാഗാകുന്നുകൾ, മിസോ കുന്നുകൾ. അതിൽ ഉൾപ്പെടാത്തത് സത്പുര നിരകളാട്ടോ. സത്പുര നിരകളാണ്. ബാക്കി പട്കായിപ്പം, നാഗാകുന്നുകൾ, മിസോ കുന്നുകളൊക്കെ എന്താണ്? കിഴക്കൻ പർവ്വതനിരയിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിസോ കുന്നുകൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? മിസോ കുന്നുകൾ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് ആണ് ലൂഷായി കുന്നുകൾ. മിസോ കുന്നുകൾ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരാണ് ലൂഷായി കുന്നുകൾ. മിസോ കുന്നുകൾ മുമ്പ് അറിയപ്പെട്ട പേരാണ് ലൂഷായി കുന്നുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കൻ മലനിരകളിൽ വസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ പരമ്പരാഗതമായി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ജൂമിങ് കൃഷി അല്ലെങ്കിൽ സ്ഥലമാറ്റ കൃഷി. നമ്മൾ നേരത്തെ അരുണാചൽ പ്രദേശ് പറഞ്ഞ പോലെ തന്നെ കിഴക്കൻ മലനിരകളിൽ വസിക്കുന്ന ഗോത്ര വിഭാഗക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ജൂമിങ് കൃഷി അല്ലെങ്കിൽ സ്ഥലമാറ്റ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് ടീംസും ഒരേ കൃഷി ജൂമിങ് കൃഷിയാണ് ചെയ്യുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്ഥലമാറ്റ കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, മണിപ്പൂരിലെ മിസോറാമിലെ മലനിരകൾ വേർതിരിക്കുന്നതും അനേകം പോഷക നദികൾ വന്നു ചേരുന്നതുമായ പ്രധാനപ്പെട്ട നദി ഏതാണ്? ഓപ്ഷൻ എ ബാരക് നദിയാണ്. മണിപ്പൂരിലെ മിസോറാമിലെ മലനിരകളിൽ വേർതിരിക്കുന്നതും അനേകം പോഷക നദികൾ വന്നു ചേരുന്നതുമായ പ്രധാനപ്പെട്ട നദിയാണ് ബാരക് നദി. ഏതാണ്? ബാരക് നദിയാണ്. എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതി പ്രധാനമായിട്ടുള്ള തടാകം ഏതാണ്? എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതിയിൽ പ്രധാനപ്പെട്ടതുമായ തടാകം ഏതാണ്? അത് ലോക്തക് തടാകമാണ് കേട്ടോ. ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂരിലാണ്. ആലോചിച്ച് വെക്കുക.
അടുത്തത് മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗമുള്ള നദികൾ ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ്? മണിപ്പൂരിലെ കിഴക്കൻ ഭാഗത്തുള്ള നദികൾ ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ്? അത് മ്യാൻമാറിലെ ഐരാവതി ആട്ടോ, ഐരാവതിയല്ല, ഐരാവതി നദി, അതായത് ചിൻവിൻ നദിയുടെ പോഷക നദികളാണ്. ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ മൊളാസിസ് തടം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സംസ്ഥാനമായി, ആ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ എന്താ പറയുന്നത്? മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന മിസോറാം മൃദുവായ ദൃഢീകൃതമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അപ്പോൾ നാഗാലാൻഡിലെ മിക്ക നദികളും ആരുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. എന്നാൽ മിസോറാമിലെ, മണിപ്പൂരിലെ 2 നദികൾ മേഘ്നയുടെ പോഷക നദികളാണ്. മിസോറാമിലെയും അതുപോലെ തന്നെ എവിടത്തെയാണ്, മണിപ്പൂരിലെ 2 നദികൾ ആരുടെ പോഷക നദിയാണ്? മേഘ്നയുടെ പോഷക നദിയായിട്ടുള്ള ബാരക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിലെ കിഴക്കൻ ഭാഗങ്ങളിൽ നദികൾ മ്യാൻമാറിലെ ഐരാവതി നദിയുടെ പോഷക നദികളാണ്. അങ്ങനെ ഒരു ഏരിയ ആണത്. പിന്നെ വടക്കൻ സമതലങ്ങളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വടക്കൻ സമതലങ്ങൾ രൂപപ്പെടാൻ കാരണമായ പ്രധാന നദീവ്യൂഹങ്ങൾ ഏതൊക്കെയാണ്? വടക്കൻ സമതലങ്ങൾ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം രൂപപ്പെടാൻ കാരണമായ നദീവ്യൂഹങ്ങളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദീവ്യൂഹങ്ങൾ കാരണമാണ് വടക്കൻ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. വടക്കൻ സമതലങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ഏകദേശം എത്ര കിലോമീറ്ററാണ്? വടക്കൻ സമതലങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ഏകദേശം 2400 കിലോമീറ്ററാണ് കേട്ടോ. 2400 കിലോമീറ്ററാണ് കിഴക്ക് പടിഞ്ഞാറ് നീളം. വടക്കൻ സമതലത്തിൻ്റെ ശരാശരി വീതി എത്രയാണ്? വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് വടക്കൻ സമതലത്തിൻ്റെ ശരാശരി വീതി. 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് വടക്കൻ സമതലത്തിൻ്റെ ശരാശരി വീതി. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കൻ സമതലങ്ങളിലെ നിക്ഷേപങ്ങളുടെ പരമാവധി കനം എത്രയാണ്, അല്ലെങ്കിൽ ആഴം എത്ര മീറ്റർ വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വടക്കൻ സമതലങ്ങളിലെ നിക്ഷേപങ്ങളുടെ പരമാവധി കനം അഥവാ ആഴം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. 1000 മുതൽ 2000 മീറ്റർ വരെയാണ് ഇതിൻ്റെ കനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വടക്കൻ സമതലങ്ങളെ പ്രധാനമായി 3ആയി തരംതിരിച്ചിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ബാബർ, തെറായി, എക്കൽ. എങ്ങനെയാണ്? ബാബർ, ടെറായി, എക്കൽ, ഇങ്ങനെയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഉരുളൻ പാറകളും കല്ലുകളും നിറഞ്ഞ ഇടുങ്ങിയ ഭൂമേഖല ഏതാണ്? ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഉരുളൻ പാറകളും കല്ലുകളും നിറഞ്ഞ ഇടുങ്ങിയ ഭൂമേഖലയാണ് ബാബർ എന്നറിയപ്പെടുന്നത്. ബാബർ മേഖലയുടെ ഏകദേശ വീതി എത്ര ശതമാനമാണ്? മീൻസ് എത്ര കിലോമീറ്റർ ആണ്? ബാബർ മേഖലയുടെ ഏകദേശ വീതി 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് ബാബർ മേഖലയുടെ ഏകദേശ വീതി. അടുത്ത ക്വസ്റ്റ്യൻ, മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ അന്തർവാഹിനികളായി അപ്രത്യക്ഷമാകുന്ന മേഖല ഏതാണ്? മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ അന്തർവാഹിനികളായി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ബാബർ. ഏതാണ്? ബാബർ മേഖലയിലാണ് നദികൾ അപ്രത്യക്ഷമാവുന്നത്. ബാബറിന് തെക്കായി കാണപ്പെടുന്ന നദികൾ പുനർജനിക്കുന്നതുമായി രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ ചതുപ്പ് നിറഞ്ഞതുമായ പ്രദേശം ഏതാണ്? ബാബറിന് തെക്കായി കാണപ്പെടുന്ന നദികൾ പുനർജനിക്കുന്നതും രൂപപ്പെട്ടതും വെള്ളക്കെട്ടുള്ളതിനാണ് നമ്മൾ ടെറായി എന്ന് പറയുന്നത്. ഏതാണ്? ടെറായി. സ്വാഭാവിക സസ്യജാലങ്ങളും വന്യജീവി സമ്പന്നതയും അനുഗ്രഹീതമായ തെറായി മേഖലയുടെ ശരാശരി വീതി 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് ശരാശരി വീതി എന്ന് പറയുന്നത്. വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബങ്കർ ആണ് പഴയ എക്കൽ നിക്ഷേപം. അങ്ങനെയാണെങ്കിൽ പുതിയതോ? ഓരോ വർഷവും പുതിയ വെള്ളപ്പൊക്ക നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് പ്രദേശം എങ്ങനെ അറിയപ്പെടുന്നു? ഗാദർ. അപ്പോൾ ബങ്കർ പഴയതും ഗാദർ പുതിയതും. അടുത്ത ക്വസ്റ്റ്യൻ, നദീതീരങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദികൾ രൂപപ്പെടുന്ന ഭൂവിശേഷതകൾ താഴെ പറയുന്നവയിൽ എവയാണ്? നദീതീരങ്ങളിൽ വളഞ്ഞു പുഴഞ്ഞു ഒഴുകുന്ന നദികൾ രൂപപ്പെടുത്തുന്ന ഭൂവിശേഷങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? മണൽത്തിട്ടകൾ, വക്രവലയം, ഓക്സ്ബോ തടാകങ്ങൾ. ഇവയെല്ലാം എന്താണ്? മണൽത്തിട്ടകളായിക്കോട്ടെ, വക്രവലയം ആയിക്കോട്ടെ, ഓക്സ്ബോ തടാകങ്ങൾ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നദീതീരങ്ങളിൽ വളഞ്ഞു പുഴഞ്ഞു ഒഴുകുന്ന നദികൾ രൂപപ്പെടുത്തുന്ന ഭൂസവിശേഷതകളാണ്. മണൽത്തിട്ട, വക്രവലയം, ഓക്സ്ബോ തടാകങ്ങൾ നദികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദി രൂപപ്പെടുത്തുന്ന സമതലങ്ങളുടെ ഒരു പ്രധാന സവിശേഷത എന്താണ്? വലിയ നദീദ്വീപുകളും മണൽത്തിട്ടകളുമാണ് ബ്രഹ്മപുത്ര നദി രൂപപ്പെടുത്തുന്ന സമതലങ്ങളുടെ പ്രധാന സവിശേഷത. എന്താണ്? വലിയ നദീദ്വീപുകളും മണൽത്തിട്ടകളും ആണ് ഒരു പ്രധാന സവിശേഷത. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഏത് നദീവ്യൂഹമാണ്? ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് സുന്ദർബൻ ഡെൽറ്റ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നദീവ്യൂഹം. ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര. അടുത്ത ക്വസ്റ്റ്യൻ,
ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. നദീ സമതലങ്ങളിൽ നിന്നും ഏകദേശം എത്ര മീറ്റർ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നദീ സമതലങ്ങളിൽ നിന്ന് 150 മുതൽ 600 to 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി ഉയരത്തിലാണ് കേട്ടോ. നദീ സമതലങ്ങളിൽ നിന്ന് 150 മുതൽ 600 അല്ലെങ്കിൽ 900 മീറ്റർ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി ഉള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ആകൃതി ത്രികോണാകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്? വടക്ക് കിഴക്കാണെങ്കിൽ അത് ആരവല്ലി നിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ ആരവല്ലി നിരകളാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നൽകിയിരിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ അതിർത്തികൾ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഡൽഹിയിലെ ഡൽഹിയിലെ മലനിരകൾ എന്നാണ് കേട്ടോ. ഡൽഹിയിലെ മലനിരകൾ, രാജ്മഹൽ കുന്നുകൾ, ഏലമലകൾ. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശിവാലിക് കുന്നുകളാണ് അല്ലേ. ശിവാലിക് ഹിമാലയം ഭാഗത്തിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള നീളപ്പാടായി കാണപ്പെടുന്ന പീഠഭൂമികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്താണ് കർബി അങ്ക്ലോങ് മേഘാലയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഏതൊക്കെ ഉണ്ട്? കർബി ഉണ്ട്, അങ്ക്ലോങ് ഉണ്ട്, മേഘാലയ പീഠഭൂമി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമി ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നതിൽ എന്തിനാണ് പേര് കേട്ടത്? ഈ ഭൂപ്രകൃതി ഭാഗത്ത് ചില പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻസ്, ബംസ്ര താഴ്വാരകൾ, റിഫ്റ്റ് വാലി, ചെങ്കുത്തായ പ്രദേശങ്ങൾ, സ്പുർ നിരയായ മൊട്ടക്കുന്നുകൾ, ചുമർ സമാന കോഡ്സൈറ്റുകൾ, ഡൈക്കുകൾ എന്നിവയൊക്കെ ഇവിടെയുള്ള ഭൂപ്രകൃതി സവിശേഷതകളാണ് കേട്ടോ. അത് കുറച്ച് ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ഭൂപ്രകൃതി സവിശേഷതകൾ. ഓക്കെ, ഏതൊക്കെയാണ്? ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ബംസ്ര താഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ, മൊട്ടക്കുന്നുകൾ, ചുമർ സമാന കോഡ്സൈറ്റുകളൊക്കെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് ഏത് ദിശയിലേക്കാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായിട്ടുള്ള ചെരിവ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാട്ടോ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായിട്ടുള്ള ചെരിവ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് നർമ്മദയും താപ്തിയും. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണം നർമ്മദയും താപ്തിയാണ്. അടുത്തത്, ഭൂപ്രകൃതി വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമി എത്ര ഭാഗങ്ങളായി തിരിക്കാം? 3 ഭാഗങ്ങളാട്ടോ. ഡെക്കാൻ, മധ്യ ഉന്നതതടം, വടക്കു കിഴക്കൻ പീഠഭൂമി. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ് വരുന്നത്. ഡെക്കാൻ എന്ന് വെച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ നിലകൊള്ളുന്നത് ഏത് മലനിരയാണ്? പടിഞ്ഞാറ് അതിർത്തിയിലാണ് എന്തുള്ളത്? നമ്മുടെ പശ്ചിമഘട്ടമാണുള്ളത്. പശ്ചിമഘട്ടം കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്ന പ്രാദേശിക നാമങ്ങൾ ഏതൊക്കെയാണ്? നീലഗിരി എന്നറിയപ്പെടുന്നുണ്ട്, ഏലമലകൾ, ആനമലകൾ എന്നൊക്കെ എവിടെ? കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? നീലഗിരി, ഏലമലകൾ, ആനമലകൾ എന്നിങ്ങനെയാണ് പശ്ചിമഘട്ടം കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ദൊണ്ടബേട്ടയാണ്. ദൊണ്ടബേട്ടയുടെ ഉയരം 2637 മീറ്റർ ആണ്. 2637 മീറ്റർ ആണ് ദൊണ്ടബേട്ടയുടെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കൻ ഘട്ടത്തിലെ പ്രധാന മലനിരകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കിഴക്കൻ ഘട്ടത്തിലെ പ്രധാന മലനിരകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ഏലമലയാണ്. അതായത് ജാവടി കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്ന്, പാൽക്കൊണ്ട നിരകളൊക്കെ എന്താണ്? കിഴക്കൻ ഘട്ടത്തിലും ഏലമല പശ്ചിമഘട്ടത്തിലുമാണ് വരുന്നത്. ഓക്കെ, കിഴക്കൻ ഘട്ടത്തിലെ പ്രധാന മലനിരകൾ ഉൾപ്പെടാത്ത ഏലമലയാണ്. ഉൾപ്പെടുന്നതാണ് ജാവടി, മഹേന്ദ്രഗിരി, പള്ളക്കൊണ്ട നിരകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും പരസ്പരം സന്ധിക്കുന്ന മലനിരകളാണ് നീലഗിരി കുന്നുകൾ. ഏതാണ്? നീലഗിരി. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മധ്യ ഉന്നത തടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മധ്യ ഉന്നത തടത്തിലെ പടിഞ്ഞാറേ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്? പടിഞ്ഞാറ് അതിർത്തിയാണ് മധ്യ ഉന്നത തടത്തെങ്കിൽ അത് ആരവല്ലി പർവ്വതമാണ്. ആരവല്ലി പർവ്വതമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിരായി നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്? മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിരായി നിലകൊള്ളുന്നത് സത്പുര പർവ്വതനിരയാട്ടോ. സത്പുര പർവ്വതനിരയാണ്. അപ്പോൾ പടിഞ്ഞാറ് അതിരാണെങ്കിൽ അത് ആരവല്ലി പർവ്വതവും അതുപോലെ തന്നെ തെക്കേ അതിരാണെങ്കിൽ സത്പുര നിരയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ വരെ ഉയരമുള്ള പീഠഭൂമികളാണ് മധ്യ ഉന്നത
രൂപം കൊണ്ടിട്ടുള്ളത്? 600 മുതൽ 900 മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നും മധ്യ ഉന്നത തടത്തിലെ പീഠഭൂമികളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 600 മുതൽ 900 മീറ്റർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യ ഉന്നത തടം ഏത് പീഠഭൂമിയുടെ വടക്കൻ അതിരായിട്ടാണ് നിലകൊള്ളുന്നത്? മധ്യ ഉന്നത തടം ഏത് പീഠഭൂമിയുടെ വടക്കൻ അതിരായിട്ടാണ് നിലകൊള്ളുന്നത്? ഡെക്കാൻ പീഠഭൂമി കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. വൻതോതിൽ അപരദനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് ഏത്? മധ്യ ഉന്നത തടത്തിലെ അവശിഷ്ട പർവ്വതങ്ങൾ എന്തിന് ഉദാഹരണമാണ്? വൻതോതിൽ അപരദനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് മധ്യ ഉന്നത തടത്തിലെ പർവ്വതങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ഏത് പ്രദേശം വരെ കാണാൻ സാധിക്കും? ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ഏത് പ്രദേശം വരെ കാണാൻ സാധിക്കും? ജയ്സൽമീർ വരെ കാണാൻ സാധിക്കും. എന്ത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സൽമീർ വരെ കാണാൻ സാധിക്കും എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബർക്കനുകൾ. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണലുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബർക്കനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യ ഉന്നത തടങ്ങളിൽ കാണപ്പെടുന്ന കായാന്തരിക ശിലകൾക്ക് ഉദാഹരണം എന്താണ്? മധ്യ ഉന്നത തടങ്ങളിൽ കാണപ്പെടുന്ന കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്, സ്ലേറ്റ്, നൈസ്. മാർബിള്, സ്ലേറ്റ്, നൈസ് മധ്യ ഉന്നത തടത്തിൽ കാണപ്പെടുന്ന കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്, സ്ലേറ്റ്, നൈസ്. ഏതാണ്? മാർബിള്, സ്ലേറ്റ്, നൈസ്. മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും എത്രയാണ്? സമുദ്രനിരപ്പിലാണെങ്കിൽ അത് എത്രയാണ്? 700 മുതൽ 1000 മീറ്റർ. ഇത് 2 പോയിൻ്റായിട്ട് 600 മുതൽ 1000 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 700 മുതൽ 1000 മീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അടുത്ത, മധ്യ ഉന്നത തടങ്ങളിൽ ചെരിവ് പൊതുവെ ഏത് ദിശയിലേക്കാണ്? മധ്യ ഉന്നത തടങ്ങളിലെ ചെരിവ് പൊതുവെ വടക്കുന്ന് പടിഞ്ഞാറോട്ടാട്ടോ. സാധാരണ നമ്മൾ പടിഞ്ഞാറിന് കിഴക്കാണെങ്കിൽ ഇത് വടക്കുന്ന് പടിഞ്ഞാറോട്ടാണ്. മധ്യ ഉന്നത തടങ്ങളുടെ ചെരിവ് എവിടെ നിന്നാണ്? വടക്കുന്ന് പടിഞ്ഞാറോട്ടാണ് മധ്യ ഉന്നത തടങ്ങളുടെ ചെരിവ്. സാധാരണയായിട്ട് വടക്കുന്ന് പടിഞ്ഞാറോട്ടാണ്. അടുത്തത്, യമുന നദി എന്നാട്ടോ വായിക്കാം, മിസ്റ്റേക്കാണ്. യമുന നദിയുടെ പോഷക നദികൾ മിക്കവാറും ഉത്ഭവിക്കുന്നത് ഏത് പർവ്വതനിരകളിൽ നിന്നാണ്? യമുന നദിയുടെ പോഷക നദികൾ മിക്കവാറും ഉത്ഭവിക്കുന്നത് ഏത് പർവ്വതനിരകളിൽ നിന്നാണ്? വിന്ധ്യ അതുപോലെ തന്നെ കൈമൂർ നിരകളിൽ നിന്നാണ് യമുന നദിയുടെ പോഷക നദികൾ മിക്കവാറും ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? വിന്ധ്യ അഥവാ കൈമൂർ നിരകളിൽ നിന്നാണ് യമുന നദിയുടെ പോഷക നദികൾ ഉത്ഭവിക്കുന്നത്. വിന്ധ്യ, കൈമൂർ നിരകളിൽ നിന്നാണ് യമുന നദിയുടെ പോഷക നദികൾ മിക്കവാറും ഉത്ഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനസ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനസ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനസ് ഉത്ഭവിക്കുന്നത് ആരവല്ലി പർവ്വതനിരകളിൽ നിന്നാണ്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനസ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ചമ്പൽ നദിയുടെ പോഷക നദിയായിട്ടുള്ള ബനസ് ഉത്ഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യ ഉന്നത തടത്തിലെ കിഴക്കൻ തുടർച്ചയായി അറിയപ്പെടുന്നത് എന്താണ്? മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ തുടർച്ചയായി അറിയപ്പെടുന്നത് എന്താണ്? കിഴക്കൻ തുടർച്ചയായി അറിയപ്പെടുന്നത് രാജ്മഹൽ കുന്നുകളാണ്. മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ തുടർച്ചയായി അറിയപ്പെടുന്നത് രാജ്മഹൽ കുന്നുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി ധാതു വിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമുള്ള പീഠഭൂമി ഏതാണ്? രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി ധാതു വിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമുള്ള പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ബി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. രാജ്മഹൽ കുന്നുകളുടെ തെക്കായി ധാതു വിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമുള്ള പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്തൊരു സെക്ഷൻ വരുന്നത് വടക്ക് കിഴക്കൻ പീഠഭൂമിനെ കുറിച്ചിട്ടാണ്. നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ വരികയാണെങ്കിൽ വടക്ക് കിഴക്കൻ പീഠഭൂമി എന്തിൻ്റെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്? വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ ഒരു ഭ്രംശ്ര മേഖല രൂപപ്പെടാൻ കാരണമായ ചലനം ഏത് ഘട്ടത്തിലാണ് ഉണ്ടായത്? രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമികൾക്കും ഇടയിൽ ഒരു ഭ്രംശ്ര മേഖല രൂപപ്പെടാൻ കാരണമായിട്ടുള്ള ചലനം ഏത് ഘട്ടത്തിലാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിലാണ്. ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിലാണ് ഒരു ഭ്രംശ്ര മേഖല രൂപപ്പെടാൻ കാരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിൽ അഗാധ മേഖല പിന്നീട് നികത്തപ്പെട്ടത് എങ്ങനെയാണ്? മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിലുള്ള അഗാധ മേഖല പിന്നീട് നികത്തപ്പെട്ടത് നദികളുടെ നിക്ഷേപണ പ്രവർത്തനം മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ന് പ്രധാന ഉപദ്വീപീയ ബന്ധത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ ഏവ? ഇന്ന് പ്രധാന ഉപദ്വീപീയ ബന്ധത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളാണ് മേഘാലയ പീഠഭൂമിയും കർബി അംഗ്ലോങ് പീഠഭൂമിയും. ഏതാണ്? മേഘാലയയും കർബി അംഗ്ലോങ് പീഠഭൂമിയും. മേഘാലയ പീഠഭൂമിയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളുടെ പേരുകളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മിഷമി കുന്നുകൾ. മറ്റേത് ഗാസിഗോര ജയന്തിയ കുന്നുകൾ നമ്മൾ പറയില്ലേ, അതിൽ പെടാത്തത് മിഷമി കുന്നുകളാണ്. അടുത്തത് മേഘാലയ പീഠഭൂമിയുടെ തുടർച്ച ആസാമിൽ ഏത് കുന്നുകളിലാണ് കാണപ്പെടുന്നത്? മേഘാലയ പീഠഭൂമിയുടെ തുടർച്ച ആസാമിൽ ഏത് കുന്നുകളിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ കർബി അംഗ്ലോങ് കുന്നുകൾ. ഏതാണ്? കർബി അംഗ്ലോങ് കുന്നുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മേഘാലയ പീഠഭൂമിയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങളിൽ പെടുന്നത് ഏതെല്ലാമാണ്? കൽക്കരി, ഇരുമ്പയിര്, ഇലിംനൈറ്റ് ആട്ടോ. ഇലിംനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം. മേഘാലയ പീഠഭൂമിയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, ഇലിംനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകാൻ പ്രധാന കാരണം എന്താണ്? മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകാൻ പ്രധാന കാരണം എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ലഭിക്കുന്ന വലിയ അളവിലുള്ള മഴ. എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ലഭിക്കുന്ന വലിയ അളവിലുള്ള മഴയാണ് മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകാനുള്ള പ്രധാന കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യജാലങ്ങളൊന്നുമില്ലാത്ത അനവൃതമായ പാറകൾ കാണപ്പെടുന്ന മേഘാലയയിലെ പ്രശസ്ത പ്രദേശം ഏതാണ്? സസ്യജാലങ്ങളൊന്നുമില്ലാതെ അനവൃതമായ പാറകൾ കാണപ്പെടുന്ന മേഘാലയയിലെ പ്രശസ്ത പ്രദേശമാണ് ഓപ്ഷൻ എ ചിറാപുഞ്ചി. ഏതാണ്? ചിറാപുഞ്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം ആരവല്ലി കുന്നുകൾക്ക് ഏത് ദിശയിലാണ്? ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം ആരവല്ലി കുന്നുകൾക്ക് ഏത് ദിശയിലാണ്? ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം. ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ്. ഇന്ത്യൻ മരുഭൂമി പ്രദേശങ്ങളിൽ വർഷത്തിൽ ശരാശരി എത്ര മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്? 150 മില്ലിമീറ്റർ താഴെ മഴയാണ് വർഷത്തിൽ ഇന്ത്യൻ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വരണ്ട കാലാവസ്ഥയുള്ള ഇന്ത്യൻ മരുഭൂമി പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? വരണ്ട കാലാവസ്ഥയുള്ള ഇന്ത്യൻ മരുഭൂമി പ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മരുസ്ഥലി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ മരുഭൂമി പ്രദേശം ആയിരുന്നു എന്ന് കരുതപ്പെടുന്നത്? മെസോയോസിക് കാലഘട്ടത്തിൽ. അപ്പോൾ മെസോയോയിക് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ മരുഭൂമി പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജയ്സൽമീറിനടുത്ത് ബ്രഹ്മസർ പ്രദേശത്ത് സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്നും ലഭിച്ച ഫോസിലുകളുടെ ഏകദേശ പ്രായം എത്രയാണ്? ജയ്സൽമീറിനടുത്ത് ബ്രഹ്മസർ പ്രദേശത്തെ, ആ സ്ഥലം ഓർത്തു വെക്കണേ, ബ്രഹ്മസർ പ്രദേശത്തെ സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്നും ലഭിച്ച ഫോസിലുകളുടെ ഏകദേശ പ്രായം ഓപ്ഷൻ എ 150 ദശവർഷം ആണ്. എത്രയാണ്? 150 ദശലക്ഷം. അടുത്ത ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണെങ്കിലും ബാഹ്യരൂപത്തിൽ മാറ്റം വരുത്തിയ ഘടകങ്ങളെവ? മരുഭൂമിയുടെ ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണെങ്കിലും ബാഹ്യരൂപത്തിൽ മാറ്റം വരുത്തിയ ഘടകങ്ങൾ ചോദിച്ചാൽ തീവ്രമായ വരണ്ട കാലാവസ്ഥയും ഭൗതിക അപക്ഷയവും കാറ്റിൻ്റെ പ്രവർത്തനവും. അപ്പോൾ തീവ്രമായ വരണ്ട കാലാവസ്ഥയും ഭൗതിക അപക്ഷയവും കാറ്റിൻ്റെ പ്രവർത്തനവും കാരണമാണ് ഈ മരുഭൂമിയിൽ ഒരു ബാഹ്യരൂപത്തിൽ വന്ന മാറ്റത്തിൻ്റെ കാരണം അതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ മരുഭൂമിയിലെ ഭൂരൂപങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ മരുഭൂമിയിലെ ഭൂരൂപങ്ങളിൽ പെടാത്തത് ഏതാണ്? ലഗൂണുകളാണ്. അസ്ഥിര മണൽക്കൂണുകൾ, മരുപ്പച്ചകൾ, കൂൺശിലകൾ മരുഭൂമിൻ്റെ ഭൂരൂപങ്ങളിൽ പെടുന്നവയാണ്. അടുത്തത്, കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മരുഭൂമിയെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയെല്ലാമാണ്? ഓപ്ഷൻ എ വടക്കൻ ഭാഗവും തെക്കൻ ഭാഗവും. എങ്ങനെ? വടക്കൻ ഭാഗവും തെക്കൻ ഭാഗവും ഇങ്ങനെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മരുഭൂമിയുടെ വടക്കൻ ഭാഗം ഏത് പ്രദേശത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ മരുഭൂമിയുടെ വടക്കൻ ഭാഗം ഏത് പ്രദേശത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ സിന്ധ് പ്രദേശത്തേക്ക്. എവിടേക്കാണ്? സിന്ധ് പ്രദേശത്തേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മരുഭൂമിയുടെ തെക്കൻ ഭാഗം ഏത് പ്രദേശത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്? അപ്പോൾ വടക്കൻ പ്രദേശം സിന്ധ് പ്രദേശത്തേക്കും, തെക്കാണെങ്കിൽ അത് റൺ ഓഫ് കച്ച് പ്രദേശത്തേക്കും, തെക്ക് ഭാഗം എങ്ങോട്ടാണ്? റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്കുമാണ് ചെരിഞ്ഞിരിക്കുന്നത്.
അടുത്തത് മരുഭൂമിയുടെ തെക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ഭൂമിയുടെ തെക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്ന പ്രധാന നദിയാണ് ലൂണി നദി. ഏതാണ്? ലൂണി നദി. അടുത്തത് മരുഭൂമിയിലെ തടാകങ്ങളെയും പായലുകളും കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? മരുഭൂമിയിലെ തടാകങ്ങളിലും പായലിലും കാണുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത ലവണജലം അല്ലെങ്കിൽ ഉപ്പുജലമാണ് അവിടെ കാണപ്പെടുന്നത്. ഇനി തീരസമതലങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ തീരസമതലങ്ങളെ പ്രധാനമായും എങ്ങനെയെല്ലാം തിരിക്കാം? പശ്ചിമ തീര സമതലങ്ങളുണ്ട്, പൂർവ്വ തീര സമതലങ്ങളുണ്ട്. താഴ്ന്ന സമതലങ്ങൾ ഉത്തമ ഉദാഹരണമായി ചിത്രീകരിക്കുന്നത് എന്തിനെയാണ്? താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉത്തമ ഉദാഹരണമായി ചിത്രീകരിക്കുന്നത് പശ്ചിമ തീര സമതലങ്ങളെയാണ്. ഏതാണ്? താഴ്ന്ന സമതലങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? പശ്ചിമ തീര സമതലങ്ങൾ. താഴ്ന്നു പോയ സമതലങ്ങൾ ഉത്തമ ഉദാഹരണമായി ചിത്രീകരിക്കുന്നത് എന്തിനെയാണ്? താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉത്തമ ഉദാഹരണമായി ചിത്രീകരിക്കുന്നത് പശ്ചിമ തീര സമതലങ്ങളെയാണ്. പുരാണങ്ങളിൽ പറയുന്ന ഏത് പ്രശസ്ത നഗരമാണ് കടലിൽ താഴ്ന്നു പോയതിനായി വിശ്വസിക്കപ്പെടുന്നത്? പുരാണങ്ങളിൽ പറയുന്ന ഏത് പ്രശസ്ത നഗരമാണ് കടലിൽ താഴ്ന്നു പോയെന്ന് വിശ്വസിക്കുന്നത്? ദ്വാരകയാണ് കേട്ടോ, ദ്വാരക. അടുത്ത ക്വസ്റ്റ്യൻ, താഴ്ന്നു പോയ തീരപ്രകൃതിയുള്ളതിനാൽ പശ്ചിമ തീരത്ത് എന്തിനാണ് അനുയോജ്യമായ സാഹചര്യമുള്ളത്? താഴ്ന്നു പോയ തീരപ്രകൃതിയായതിനാൽ പശ്ചിമ തീരത്ത് എന്തിനാണ് അനുയോജ്യമായ സാഹചര്യമുള്ളത്? ഓപ്ഷൻ എ, പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന്. എന്താണ്? പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ചോദിച്ചാൽ അത് ഏതാണ്? വിശാഖപട്ടണമാണ്. ബാക്കി ജവഹർലാൽ നെഹ്റു തുറമുഖം, കാണ്ട്ല, മഗ്സ്വാൺ, കൊച്ചിയൊക്കെ എന്താണ്? പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന തീരം ഏതാണ്? വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരളം തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന തീരമാണ് പശ്ചിമ തീരം. ഏതാണ്? പശ്ചിമ തീരം. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമ തീരത്തിൻ്റെ ഉപവിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉപവിഭാഗങ്ങളിൽ പെടാത്തത് കോറമൻഡൽ തീരമാണ്. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, മലബാർ തീരം, ഇതൊക്കെ എന്താണ്? പശ്ചിമ തീരത്തിൽ വരുന്നതാണ്. അടുത്തത്, മലബാർ തീരത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ പെടുന്നത് എന്താണ്? മലബാർ തീരത്തിൻ്റെ പ്രധാന പ്രത്യേകത കായലുകളും പുഴക്കളും ഉൾനാടൻ ജലഗതാഗതവും. ഏതൊക്കെയാണ്? കായലുകൾ, പുഴകൾ, ഉൾനാടൻ ജലഗതാഗതം. അടുത്തത്, കേരളത്തിൻ്റെ പുന്നമടക്കായലിൽ നടക്കുന്ന പ്രസിദ്ധമായ വള്ളംകളി ഏതാണ്? കേരളത്തിൻ്റെ പുന്നമടക്കായലിൽ നടക്കുന്ന പ്രസിദ്ധമായ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് പൂർവ്വതീര സമതലത്തിൻ്റെ പ്രത്യേകത എന്താണ്? പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് പൂർവ്വതീര സമതലത്തിൻ്റെ പ്രത്യേകത വീതി കൂടിയവയും ഉയർത്തപ്പെട്ട തീരത്തിനു ഉദാഹരണമാണ്. വീതി കൂടിയതും ഉയർത്തപ്പെട്ട തീരത്തിനു ഉദാഹരണമാണ് പൂർവ്വതീര സമതലം. പൂർവ്വതീരത്ത് വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? പൂർവ്വതീരത്ത് വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 2 പ്രധാന ദ്വീപ് സമൂഹങ്ങൾ ഏതെല്ലാമാണ്? ബംഗാൾ ഉൾക്കടലിലെ ദ്വീപും അറബിക്കടലിലെ ദ്വീപുമാണ് ഇന്ത്യയിലെ 2 പ്രധാന ദ്വീപ് സമൂഹങ്ങൾ. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് സമൂഹത്തിൻ്റെ ഏകദേശം എത്ര ദ്വീപുകളാണുള്ളത്? ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം ഒരു 572 ദ്വീപുകൾ എവിടെ വരുന്നുണ്ട്? ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് സമൂഹത്തിൽ 572ഓളം ദ്വീപുകളുണ്ട്. ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. അടുത്തത്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ്. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ഏരിയയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ്റെ, ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവേസ് തരം കാണപ്പെടുന്നത്? ഏത് സംസ്ഥാനത്താണ് ലോക്താക് തടാകം സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽഭാഗം ഏതാണ്? ഏത് മലനിരയിലാണ് ദൊണ്ടപ്പേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? ഇത്രയും ആൻസർ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ 4 എണ്ണത്തിൻ്റെ ആൻസർ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് 1, 2, 3, 4 എന്നിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിന് മാക്സിമം ഒരു പോയിൻ്റ് പോലും വിടാത്ത രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണിത്. എനിവേ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.